മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്ര മഹോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിലൊന്നായ മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറ്റം നടന്നു. ബ്രഹ്മശ്രീ ആനന്ദകൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. തുടർന്ന് തിരുവാതിരയും പ്രാദേശിക കലാകാരന്മാരുടെ നൃത്തനൃത്യങ്ങളും ഭക്തിഗാനമേളയും ഉണ്ടായി. ഇക്കുറി വിപുലമായ പരിപാടിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ക്ഷേത്രം മാനേജർ KV നന്ദനൻ അറിയിച്ചു. മാടായി ശ്രീ വടുകുന്ന ശിവക്ഷേത്രത്തിൻ്റെ ഈ വർഷത്തെ മഹോത്സവം ഇന്ന് കൊടിയേറിയിരിക്കുന്നു. 6 നാൾ നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവം ജനുവരി 18-ാം തീയതി വടുകുന്ന തടാകത്തിൽ നടക്കുന്ന ആറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ചെർക്കൽ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ മഹാക്ഷേത്രത്തിൽ ഇന്ന് കൊടിയേറ്റം, നാളെ മുതൽ തിടമ്പ് നിർത്തും. 3 ദിവസം തിടമ്പ് നിർത്തും. അതുപോലെ നാളെ ഉച്ച മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും നാളെ രാത്രിയും അന്നദാനമുണ്ട്. തുടർച്ചയായ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും അന്നദാനമുണ്ട്. അതുപോലെ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. 15-ന് വൈകിട്ട് തിടമ്പ് നൃത്തം, പയ്യന്നൂർ റിതം മ്യൂസിക്കിൻ്റെ ഭക്തിഗാനമേള, ജനുവരി 16-ന് ചിരിമ കമ്മ്യൂണിക്കേഷൻസിൻ്റെ കോമഡി സൂപ്പർ നൈറ്റ്, ജനുവരി 17-ന് ഉത്സവബലി, ജനുവരി 18-ന് രാവിലെ ഭഗവാന്റെ ആറാട്ട് എഴുന്നള്ളത്ത് എന്നിവയും നടക്കും. ഉത്സവ ദിനത്തിൽ ജനുവരി 14 മുതൽ 17 വരെ ഉച്ചക്കും രാത്രിയിലുമായി അന്നദാനവും ഉണ്ടായിരിക്കും. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വടുകുന്ന ശിവക്ഷേത്രത്തിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. Could this be a moment? Got it! One of the great catches! And the pressure you will never see! My goodness gracious me! മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ.